സ്വാമിയേ ശരണമയ്യപ്പ. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലുക്ക് മെത്തൈ സാമിയേ അയ്യപ്പോ. പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലുക്ക് മെത്തൈ സാമിയേ അയ്യപ്പോ അയ്യപ്പോ സാമിയേ. ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. കുറച്ച് ദിവസങ്ങളായി, അല്ല കുറച്ച് വർഷങ്ങളായി എന്ന് തന്നെ പറയാം, അപ്പൊ ഒരു വിഷയം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കണം എന്ന് കരുതിയിട്ട്. അതൊരു നോർമലായ രീതിയിൽ ഞാൻ വന്ന് സംസാരിച്ചാൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം. അപ്പൊ നമ്മൾ ഈ ഇടയായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. ഹൈന്ദവ സഹോദരൻ ഒരു മുസ്ലിം സഹോദരൻ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതൊരു വലിയ പബ്ലിസിറ്റി ആക്കുക. അതുപോലെ മുസ്ലിം സഹോദരൻ ഹൈന്ദവ സഹോദരൻ കൊടുത്ത അതൊരു മത അല്ലെങ്കിൽ മത സൗഹാർദ്ദം എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് സംഭവിക്കുന്ന ഒരു രീതി കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. എനിക്ക് പറയാനുള്ളത്, ഞാന് വളർന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഹൈന്ദവ സഹോദരങ്ങൾക്കിടയിൽ വളർന്നു വന്ന ഒരാളാണ് ഞാൻ. അപ്പം എന്റെ വീട്ടില് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ആദ്യം കരയുന്നത് എന്റെ ഈ ഹൈന്ദവ സഹോദരങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് വേറൊരു മതമാണ്, നമ്മൾ വേറെ ഒരു മതമാണ് എന്നുള്ളത് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. സത്യം പറഞ്ഞാല് ഇത് എവിടെയാണ് മതം കൊണ്ടുവരുന്നത് എന്നറിയാം. ഈ രാഷ്ട്രീയക്കാർ മുതലെടുക്കാൻ വേണ്ടി ഈ തീവ്രവാദികളായ ചില മത ആൾക്കാരുണ്ടല്ലോ, മതത്തിൽപ്പെട്ട ആൾക്കാർ, ഇവരുടെ മുതലെടുപ്പിന് വേണ്ടി ഇങ്ങനെ ഓരോ സംഭവങ്ങൾ കുത്തിത്തിരിപ്പുകളും മറ്റും കൊണ്ടുവരികയാണ്. ഇവിടെ എല്ലാവരും കൂടിയിട്ടും സ്നേഹത്തോടെയും കഴിയുന്ന ഒരു നാട് തന്നെയാണ് നമ്മുടെ കേരളം. ഞങ്ങൾ നോൽമ്പ് തുറക്കാനും അല്ലെങ്കിൽ നോൽമ്പ് തുറന്നിട്ട് വരുന്ന സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ശബരിമലയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ വരും. അന്ന് ഞങ്ങൾ അവിടെ നിന്ന് കൈതെടുത്ത് ആ വണ്ടിയിലൊക്കെ കയറി അവര് വരുന്ന മറ്റേ അച്ചപ്പം, അതുപോലെ ചെറിയ വട, പിന്നെ അതുപോലെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവർ തരും, ഞങ്ങൾ കഴിച്ചിട്ടൊക്കെ വരും. അപ്പൊ അങ്ങനെയൊക്കെ കഴിഞ്ഞു വന്ന ആളുകളാണ്. അപ്പൊ ഇവിടെ അതിനെക്കുറിച്ച് ഒരു രണ്ടു വാക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പൊ വിഷയം ഇത് ആർക്കാണെന്നറിയോ? ഈ കുറച്ച് ഹൈന്ദവ സഹോദരങ്ങൾ മാത്രം ഇരിക്കുന്ന സ്ഥലത്ത് ഒരു മുസ്ലിം സഹോദരൻ ഉണ്ടെങ്കിൽ അവിടെ നടക്കുന്ന ഒരു വിഷയമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ തന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു വരുന്നത്. അതല്ലെങ്കിൽ ഒരു മുസ്ലിം സമുദായത്തിനിടയ്ക്ക് ഒരു ഹൈന്ദവ സഹോദരൻ ഉള്ള സ്ഥലത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഹൈന്ദവ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും ഇരിക്കുന്ന ഒരു തനിപ്പെട്ട സ്ഥലങ്ങളുണ്ട്, ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ. ഈ ടൗണിലൊക്കെ ആയിരിക്കും മുസ്ലിം മാത്രം ഇരിക്കുന്ന സ്ഥലം, പിന്നെ ഹിന്ദുക്കൾ മാത്രം ഇരിക്കുന്ന സ്ഥലം. അവിടെ മറ്റെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അതേസമയം ഹൈന്ദവ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും ഇരിക്കുന്ന ഒരു ഒറ്റപ്പെട്ട ഏരിയയിൽ പോയി ചോദിക്കണം അവര് എങ്ങനെ സ്നേഹത്തോടു കൂടിയാണ് കഴിയുന്നത്. ഒരു ഓണം വന്ന അങ്ങോട്ടും, പെരുന്നാൾ വന്ന ഇങ്ങോട്ടും. ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദീനില് വലിയ ദീന് മുസ്ലിമിന്റെ ദീന് എന്നല്ല അർത്ഥം. നിനക്ക് നിന്റെ മതം, എനിക്ക് എന്റെ മതം, നിനക്ക് നിന്റെ വിശ്വാസം, എനിക്ക് എന്റെ വിശ്വാസം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇനിയും ഇതുപോലെ വരുന്ന ആളുകളെ അൺലൈക്ക് ചെയ്ത് അങ്ങോട്ട് ഒഴിവാക്കുക. അല്ലാതെ വീണ്ടും സ്നേഹത്തിന്റെ ഹാർട്ടിന്റെ ചിഹ്നങ്ങളും കമന്റും പൂക്കളും ഒക്കെ കൊടുത്ത് വീണ്ടും വീണ്ടും ഇവർ ഇങ്ങനെ കൊണ്ടുവരുന്ന മതം ഭിന്നിക്കുകയാണ്. അവിടെ മതത്തിന്റെ സ്നേഹം വേലിക്കെട്ടുകൾ അങ്ങനെ തകർന്നു പോവുകയാണ്, അല്ലാതെ അവിടെ കൂടുകയില്ല. ഇത് ഇങ്ങനെ ഞങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോ എന്റെ ഹൈന്ദവ സഹോദരന്റെ വീട്ടിൽ പോയി കഴിക്കും, അവര് കൊണ്ടുവരും, ഞങ്ങൾ കഴിക്കും. അപ്പൊ ഞങ്ങൾക്കിടയിൽ ഞാനിപ്പോ ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു 10 പേര് പണ്ട് ചെറുപ്പത്തൊക്കെ, ഇപ്പൊ തന്നെ അവരവന്റെ കാര്യം പറഞ്ഞാൽ എല്ലാവരും അതങ്ങനെയാണല്ലോ, കല്യാണം കുട്ടി ആയി കഴിഞ്ഞാൽ അവനവന്. അന്ന് ഞങ്ങൾ ഒന്നിച്ചു പോകുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ കഴിച്ചതിന്റെ പൈസ അവനായിരിക്കും കൊടുക്കുക, അവൻ കഴിച്ചതിന്റെ പൈസ ഞാനായിരിക്കും കൊടുക്കുക. അങ്ങനെ ഞങ്ങൾ വളർന്നു വന്നത്. അപ്പൊ അത് നിങ്ങൾക്കും കൂടി ഒന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിക്ക്, ഇങ്ങോട്ട് വാ. ആ അവിടെ നോക്കണം, അവിടെ കാണണം. ആ എങ്ങനെയുണ്ട്? സൂപ്പറായിട്ട് പറ, സൂപ്പറായിട്ട്. അവിടെ നോക്കി പറ സൂപ്പറാ. ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇങ്ങോട്ട് വാ. സൂപ്പർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലിയ ചരിത്രം പഠിച്ചിട്ടൊന്നുമല്ല ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. എന്റെ സുഹൃത്തുക്കളും എന്റെ ഏട്ടന്മാരൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് അവര് പറഞ്ഞ കഥയാണ്. ആദ്യം ഇവര് പോയി നേരെ പോണത് അയ്യപ്പന്റെ അടുത്തേക്കല്ല, ബാബർ എന്ന് പറയുന്ന
ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു ബാവർ എന്ന് പറയുന്ന ഒരു മഹാൻ അവിടെ ഉണ്ട്. അത് അയ്യപ്പന്റെ വളരെ അടുത്ത സുഹൃത്ത്. അപ്പൊ അദ്ദേഹത്തിന് അവിടെ ഒരു പള്ളിയുണ്ട്. അപ്പൊ ഇവര് പറയുന്നത് ആദ്യം പോയി വാവരസ്വാമീനെ കണ്ട് തൊഴുത് അവിടെ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പിന്നെയാണ് അയ്യപ്പന്റെ അടുത്ത് പോകുന്നത്. അത് അയ്യപ്പൻ നിർദ്ദേശിച്ചതാണത്ര. ആദ്യം എന്റെ സുഹൃത്തിനെ കണ്ടിട്ട് കാണാൻ വന്നാ മതിയെന്ന്. ഇവിടെ എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളും കാണാൻ പോകുന്നതാണ് അയ്യപ്പന്. അപ്പൊ ഏതെങ്കിലും ഈ മത തീവ്രവാദം മൂത്ത ആളുകള് ഇനിയിപ്പോ വാവരനെ കാണാതെ ഞങ്ങൾ അവിടെ പോകും എന്ന് പറഞ്ഞ് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും വാവരനെ കണ്ടിട്ടേ അയ്യപ്പനെ കാണാൻ പാടുള്ളൂ. എന്നാലേ അവരുടെ എന്താ പറയാ ആ ഉദ്ദേശവും അല്ലെങ്കിൽ ആ അയ്യപ്പനോട് കാണിക്കുന്ന ആ ഭക്തി പൂർണ്ണമാവുകയുള്ളൂ. ഇതാണ് ഞാൻ കേട്ട് മനസ്സിലാക്കിയത്. അപ്പോ അവർക്കൊന്നും ഇല്ലാത്ത മതവെറിയും മതഭ്രാന്തും ആണ് നമ്മളെ ഈ മനുഷ്യർക്ക്. വലുതായി ചരിത്രങ്ങൾ വിളമ്പി തരാൻ എനിക്ക് അറിയില്ല. ഞാൻ അറിഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്തു എന്ന് മാത്രം. പിന്നെ എന്താ പറയാ, ഓരോ നിസ്കരിക്കുന്ന സ്ഥലം കൊടുത്തു, അല്ലെങ്കിൽ അന്നദാനം കൊടുത്തു, അല്ലെങ്കിൽ ഭക്ഷണം കൊടുത്തു, പള്ളിയിൽ ചോറ് കൊടുത്തു, അല്ലെങ്കിൽ നബിദിനത്തിന് അവര് ലഡു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവമാക്കി അതിനൊരു മ്യൂസിക് ഒക്കെ കൊടുത്ത് വരാറുണ്ട്. പിന്നെ ഇത് ഇനിയിപ്പോ പൂച്ച കഴിഞ്ഞതാണ്, ഇത് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഞാനിത് ഈ സംഭവങ്ങളൊക്കെ തൊട്ടു, ഈ മാലയൊക്കെ ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ മാറ്റി നിർത്തേണ്ടത് എന്റെ പടച്ചോനാണ്, അല്ലാതെ മനുഷ്യരായ നിങ്ങളല്ല. ഓക്കെ, എന്റെ തെറ്റും എന്റെ കുറ്റങ്ങളും ചൂണ്ടിക്കാണിക്കേണ്ടതും എന്നെ ശിക്ഷിക്കേണ്ടതും അല്ലെങ്കിൽ എന്നെ മാറ്റി നിർത്തേണ്ടതും അല്ലെങ്കിൽ മനുഷ്യരായ മറ്റാരെങ്കിലും ചെയ്യുന്ന തെറ്റുകളെ മനുഷ്യരായ നമ്മളല്ല അവൻ ഇങ്ങനെ ചെയ്തവനാണ്, അവനെ അങ്ങോട്ട് മാറ്റി നിർത്തുക എന്ന് തീരുമാനിക്കേണ്ടത് അത് പടച്ചവനാണ്, അത് ഈശ്വരനാണ്, അത് ഏത് മതത്തിലായിക്കോട്ടെ. അപ്പൊ നല്ല ചിന്തയോടുകൂടി പ്രവർത്തിക്കുക. ഇങ്ങനെ ഞാനിത് മെനക്കെട്ട് പോയി ഞാനൊരു മാലയൊക്കെ വാങ്ങിച്ചിട്ട് വന്നതാണ്. പിന്നെ ഈ പൗഡറൊക്കെ ഇട്ട് ഇങ്ങനെ ഒരു വേഷമൊക്കെ കെട്ടി, കാരണം ഇങ്ങനെയൊക്കെ ചെയ്താല് നിങ്ങളെ ഇതിനെ പറയാൻ അംഗീകരിക്കുക അല്ലെങ്കിൽ നോക്കുക. അല്ല സാധാരണഗതിയിൽ വന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറില്ല. അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ ഒരു വേഷം കെട്ടി. ഇതില് ഇനി വേറൊരു ചർച്ചകളാക്കി കൊണ്ടുവരാതെ വരുന്നവരെ നിങ്ങള് കുട്ടി പ്രോത്സാഹിപ്പിക്കാതെ മാറ്റി നിർത്താൻ ശ്രമിക്കുക. നമ്മളിവിടെ എല്ലാവരും മനസ്സിലും സ്നേഹമുണ്ട്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ, നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.